അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മയും റുക്കിയാത്തയും എഴുതി തന്ന കാര്യങ്ങളെല്ലാം വാങ്ങുവാൻ വേണ്ടി ഷമ്മാസ് അതാ ഒരു ആയുർവേദിക് ഷോപ്പിൽ പോയിരിക്കുകയാണ്. ലിസ്റ്റ് കൊടുത്തപ്പോഴാണ് ഷമ്മാസ് അത് ശ്രദ്ധിച്ചത്. പഠിച്ചോനെ, നുസൈബാന്റെ ഉപ്പ പാവം, അദ്ദേഹം സാധനങ്ങളെല്ലാം വാങ്ങാൻ വന്നതാണെന്ന് തോന്നുന്നു. അതെ, മരുമകൻ എത്തിയ അതേ ഷോപ്പിൽ തന്നെയാണ് അമ്മോഷൻ കാക്കയും എത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഷമ്മാസ് അത് കണ്ട് സങ്കടപ്പെട്ടു. റബ്ബേ, ഇനിയിപ്പോ ഞാനായിട്ട് വേണ്ട. ആ പിതാവിന്റെ ആഗ്രഹമല്ലേ, ഏതൊരു ഉമ്മയുടെയും ഉപ്പയുടെയും ആഗ്രഹമായിരിക്കും മകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. എന്നാൽ അതിൽ ഒട്ടും കുറവ് കാണിക്കാതിരിക്കാനാണ് ആ ബാപ്പയുടെ ചിന്താഗതി, അല്ലാതെ വേറെ ഒന്നുമല്ല. സത്യം പറഞ്ഞ ഷമ്മാസിന് പാവം തോന്നി. പാവം, ആ പിതാവ് കൂലിപ്പണി ചെയ്തുണ്ടാക്കിയ ആ ഒരു ക്യാഷ് കൊണ്ടായിരിക്കും വന്നിട്ടുള്ളത്. എന്നാൽ ഷമ്മാസ് പെട്ടെന്ന് ഒന്നും പറഞ്ഞില്ല. അവരുടെ സന്തോഷത്തിന് ഇഷ്ടത്തിന് എല്ലാം വാങ്ങട്ടെ എന്ന് കരുതി. ബില്ലടക്കാൻ നേരത്ത് പോകാം എന്നും കരുതി. പെട്ടെന്ന് ആ കടയിലെ ആളോട് ചോദിക്കുകയാണ്, അതെ, അവര് സാധനത്തിന്റെ ആ ഒരു ലിസ്റ്റ് ഇതിനോട് സാമ്യമാണോ നോക്കോ? 2 ലിസ്റ്റും ചെക്ക് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, അത് നിങ്ങളെ ലിസ്റ്റ് അത്രയില്ല, അവരുടേത് കുറച്ചുകൂടെ കൂടുതലുണ്ട്. ഒരു നിമിഷം ഷമ്മാസ് ചിന്തിച്ചു, റബ്ബേ, അവരുടെ ലിസ്റ്റിലുള്ളതെല്ലാം വാങ്ങട്ടെ, എന്നിട്ട് അവസാനം പറയാം. തൽക്കാലം ഷമ്മാസ് മുന്നിലേക്ക് വന്നില്ല. സാധനങ്ങളുടെ ബിൽ അടക്കുവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഷമ്മാസ്, ഉപ്പ, നീയോ? ഉപ്പ, അല്ല എന്തെവിടെ? അല്ല, മോളെ കാണാൻ വന്നിട്ടില്ലല്ലോ. അപ്പോ അത് ശരി. അല്ല, സാധനങ്ങളെല്ലാം വാങ്ങിയോ? മോനെ, മോനെ വീട്ടിക്ക് പോരുന്നില്ലേ? അല്ലുപ്പാ, ഞാന് പിന്നെ വരാം. പെട്ടെന്ന് അയാൾ ബില്ല് നൽകുന്നു. ഷമ്മാസ് ബില്ല് വാങ്ങി. അല്ല മോനെ, ഞാൻ കൊടുത്തോളാം, ക്യാഷ് എൻ്റെ അടുത്തുണ്ട്. ആയിക്കോട്ടെ ഉപ്പ, എന്ന സാധനങ്ങൾ നിങ്ങൾ ഓട്ടോ? അല്ല മോനെ, ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പോട്ടെ. പെട്ടെന്ന് തന്നെ ഷമ്മാസ് സാധനങ്ങളെല്ലാം എടുത്ത് അവൻ്റെ വണ്ടിയുടെ ഡിക്കിയിൽ വെക്കുന്നു. അത് ഞാൻ കൊണ്ടാക്കി തരാം മോനെ, അത് ഞാൻ ഓട്ടോ വിളിച്ച് പോയിക്കോളാം. അല്ലപ്പാ. അപ്പോഴേക്കും അദ്ദേഹം ബില്ലടക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ക്യാഷ് ഷമ്മാസ് വാങ്ങി. പെട്ടെന്ന് തന്നെ അതിലേക്ക് ഗൂഗിൾ പേ ചെയ്തു. മോനെ, അത് വേണ്ട, അത് എൻ്റെ കുട്ടിക്ക് അല്ലപ്പാ, ഒരു കുഴപ്പമില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ ഷമ്മാസ് അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസും കേക്കും എല്ലാം വാങ്ങി ആ ഡിക്കിയിൽ വെച്ചു. ഉപ്പ, വേറെന്തെങ്കിലും വാങ്ങാണ്ടോ? സ്നേഹത്തോടെ മരുമകന്റെ ആ വാക്ക് കേട്ട് ആ പിതാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, ക്യാഷ് ഉണ്ടായിട്ടായിരുന്നില്ല, തൽക്കാലം ഒരാളോട് കടം വാങ്ങിയതായിരുന്നു. ഷമ്മാസ് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു കൂടിക്കാഴ്ച. ഒരു നിമിഷം ഷമ്മാസ് വിചാരിച്ചു, റബ്ബേ, നന്നായി അത്, അല്ലെങ്കിൽ എന്തായിരിക്കും പാവം, അവരുടെ ക്യാഷിനുള്ള എത്ര സാധനത്തിലുള്ള എത്ര പൈസക്കുള്ളത് വാങ്ങിയിട്ടുണ്ട്. എന്തിനായിരുന്നു അതൊക്കെ ഞാൻ വാങ്ങൂലേ? ഉപ്പാ, നിങ്ങൾ എന്തിനായിരുന്നു ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നത്? അതിനു വേണ്ടി വന്നതന്നല്ലേ ഞാന്. മോനെ, അത് നമ്മള് പെൺകുട്ടികളല്ലേ, അപ്പൊ നമ്മള് സന്തോഷത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞങ്ങള് കുറെ കൊടുത്തിട്ടൊന്നല്ല, എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യണത്. പക്ഷെ എന്നാലും നമുക്ക് മനസ്സൊക്കെ സമാധാനത്തിന്. ഉപ്പ, ഞാൻ ഉണ്ടാവുമ്പോഴും എൻ്റെ ഉമ്മ ഉണ്ടാവുമ്പോഴും നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. ഒരിക്കൽ പോലും നിങ്ങൾ ആ കാര്യത്തിൽ വിഷമം അനുഭവിക്കും വേണ്ട. കാരണം ഞാൻ നുസൈബയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പാക്ക് അറിയാമല്ലോ ഉമ്മാക്ക് അവിടെയുമായുള്ള ആ ഒരു ബന്ധം. അപ്പോ മോനെ, എല്ലാം അറിയാം. നിങ്ങൾ ഉമ്മയുടെ ആ ഒരു കാരുണ്യം കൊണ്ടുവരുന്നല്ലേ എൻ്റെ കുട്ടിക്ക് ഇന്ന് ഈ ഭാഗ്യം കിട്ടിയത്. നിങ്ങളെ ഉമ്മ, അതെ, ഓള് അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടും നിങ്ങളെ ഉമ്മ എന്നും വരുമായിരുന്നു, എന്നും വന്ന് ഞങ്ങൾക്ക് എല്ലാ സഹായവും തരുമായിരുന്നു. ഉപ്പ, ഉമ്മ അങ്ങനെയല്ലേ, അതിപ്പോൾ ഞാൻ നിങ്ങളുടെ മരുമകനായതിന് മാത്രമല്ല, അതിന് മുമ്പ് തന്നെ നിങ്ങൾ ബന്ധാണല്ലോ. ഉപ്പ, എന്തെങ്കിലും വീട്ടിലേക്ക് വേറെ എന്തെങ്കിലും വാങ്ങാണ്ടോ? ഇല്ല മോനെ, വേറെ ഒന്നുമില്ല. അല്ല, എന്നാ എൻ്റെ കുട്ടി പൈസ കയ്യിൽ പിടിച്ചോളി. അല്ലപ്പ, നിങ്ങൾ എന്തീ പറയണത്? സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ മരുമകനെ കണ്ടപ്പോൾ നുസൈബയുടെ ഉപ്പാക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നായിപ്പോയി. ഉപ്പ, എന്ന് കേറിക്കോളി. അങ്ങനെ വാഹനത്തിൽ ഷമ്മാസിന്റെ കൂടെ അദ്ദേഹം കയറുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആണ്
മരുമകനെ കണ്ടുമുട്ടിയതും മരുമകന്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നതും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ട് തോന്നി. വേണ്ടില്ലായിരുന്നു ഓനെ കണ്ടുമുട്ടിയത്. കാരണം ഇതൊക്കെ ഞങ്ങൾ കൊണ്ടോണ്ടിയതല്ലേ. ഈ സാധനങ്ങളൊക്കെ വാങ്ങി ഓന് പൈസയും കൊടുത്ത് റബ്ബേ വല്ലാത്തൊരു മോനെ എനിക്കട ഒരു ഇടങ്ങാറ്. എന്തുപ്പാ നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറയില്ലേ. കാരണം നിങ്ങളെന്ന് പറഞ്ഞ എൻ്റെ പിതാവിനെ പോലെ തന്നെയല്ലേ, അല്ലാതെ വേറെ പുറമക്കാരനല്ലല്ലോ. ശരിയാണ് മോനെ. അല്ല എന്താ വല്യമ്മാൻ്റെ വർത്താനം? വല്യമ്മ റാഹത്തായിട്ട് തന്നെ പോകണ്. വല്യമ്മക്ക് കുഴപ്പമൊന്നുമില്ല. കുട്ടിയെ കണ്ടു വന്നതിന് ശേഷം വല്യമ്മക്ക് കരച്ചിൽ തന്നെയാണ്. അതെ പഠിച്ചോനെ, എനിക്ക് എൻ്റെ കുട്ടികൾക്ക് താമസിക്കാൻ ഒരു ഇരിക്കക്കൂരിയും ഓനുണ്ടാക്കി തന്നു. ഇപ്പം എൻ്റെ കുട്ടിക്കൊരു കുട്ടിയും ജനിച്ചു. അൽഹംദുലില്ലാ റബ്ബേ, എൻ്റെ കുട്ടിക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമെന്ന് പറഞ്ഞ് മോൻക്ക് വേണ്ടിയുള്ള ദുആ തന്നെയാണ് എപ്പോഴും. സത്യം പറഞ്ഞ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അത് കേട്ടപ്പോൾ. അതെ, നമ്മുടെ കാരണം കൊണ്ട് ആരുടെയെങ്കിലും കണ്ണുകൾ നിറഞ്ഞാൽ റബ്ബേ, അതും സന്തോഷത്തിൻ്റെ കണ്ണുനീരാവുകയാണെങ്കിൽ അത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും വേണ്ടില്ല, വല്യമ്മാൻ്റെ അടുത്ത് ഒന്ന് കിടക്കണം. ഷമ്മാസ് പെട്ടെന്ന് ഉപ്പ ഞാൻ ഇപ്പോൾ വരാട്ടോ. പെട്ടെന്ന് തന്നെ അവൻ പുറത്തേക്കൊന്ന് പോയി കുറച്ച് സാധനങ്ങളുമായി അതാ തിരികെ കയറി വന്നു. മോനെ ഉപ്പ നേരെ വൈകി ഇല്ല മോനെ, ഉപ്പ ഇന്ന് പണി ഉപ്പ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, നിങ്ങൾ ഇനി ജോലിക്കൊന്നും പോകണ്ട, നിങ്ങൾക്കുള്ള ഞാൻ എത്തിച്ചു തരാം. പക്ഷെ നിങ്ങൾ സമ്മതിക്കായിട്ടല്ലേ. പൊന്നു മോനെ, അത് എനിക്ക് എന്നെക്കൊണ്ട് നയിക്കാൻ കഴിയുന്നിടത്തോളം കാലം നയിക്കുക, അല്ലാതെ വെറുതെ ഇരിക്കണത് എനിക്കൊരു പൊറുതേടാണ് മോനെ. അതുകൊണ്ട് തന്നെ എൻ്റെ അസുഖങ്ങളും കാര്യങ്ങളും എനിക്ക് അറിയണില്ല. കൈക്കോട്ട് പിടിക്കാനേ ഈ കയ്യിന് എത്ര ദിവസം ആരോഗ്യം ഉണ്ടാവും, അത്ര ഉണ്ട് പോട്ടെ. കൊത്തി കളക്കലന്നല്ലേ പണ്ടത്തെ ജോലി. ആ ജോലി മരുക്കോളം അങ്ങോട്ട് തുടരുന്നേ, അതാണ് എനിക്കൊരു സമാധാനം. ആ വേർപ്പൊഴുകി കിട്ടുന്ന ആ പൈസ അത് വല്ലാത്തൊരു ബർക്കത്താണ് കുട്ടിയെ. കാരണം ഈ ഒരു സ്ഥിതിയിൽ ഞാൻ ഉള്ളിടത്തോളം കാലം ഇപ്പം നമുക്ക് പൈസൻ്റെ ചിലവിൻ്റെ ആവശ്യമില്ല. അതെ, ഒരു പക്ഷേ എനിക്ക് വയ്യാതാകുന്ന അവസ്ഥയിൽ അപ്പം എൻ്റെ പൊന്നു മോനെ ഒന്ന് സഹായിക്കേണ്ടി വരും. ആരാരുമില്ലാത്തവരല്ലേ അവർ. അപ്പോൾ എൻ്റെ കുട്ടികളും ഉമ്മനെയൊക്കെ സഹായിക്കേണ്ടി വരും. ശരിക്കും ആ പിതാവിൻ്റെ വാക്കുകൾ കേട്ട് ഷമ്മാസ് കരഞ്ഞു പോയി. എന്തിനാ ഉപ്പ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്? മോനെ, അത് വെറുതെ ഇരിക്കണം എനിക്ക് വല്ലാതെ ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അതങ്ങ് ശീലമായില്ലേ. ഉപ്പയുടെ ആഗ്രഹമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇൻഷാല്ലാ നമുക്ക് വീടൊക്കെ ഒന്ന് സെറ്റാക്കണം കേട്ടോ. മോനെ, വീടിപ്പോൾ വെയിലും മഴയൊന്നും കൊള്ളണില്ലല്ലോ. ഓടും കമ്പിയൊക്കെ ഇന്നാളും മാറ്റിയതായിരുന്നു. ഉപ്പ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അത് നമുക്ക് ഇൻഷാല്ലാ ഒന്ന് പുതിയതാക്കി ഉണ്ടാക്കണം. വേറൊന്നും കേട്ടോ അതിന് വേണ്ടല്ലോ മോനെ. വേണ്ടടാ, ഇപ്പോൾ വല്യമ്മക്കൊന്ന് എടുത്ത് കൊടുത്തിട്ടില്ലല്ലോ. ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് കാലം കൂടി കണ്ട് പോകട്ടെ. എന്തേ, ഒരു കുഴപ്പമില്ലല്ലോ ഇപ്പോൾ. ഷമ്മാസ് അത് കേട്ട് ചിരിച്ചു. എന്നാൽ പെട്ടെന്ന് അതാ അവർ വീടിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ ദൂരെ ഷമ്മാസിന്റെ വണ്ടി കണ്ടു നിന്ന അതാ നുസൈബയുടെ അനിയത്തിമാരും അനിയനും. ഉമ്മ, അതെ അളിയന്റെ വണ്ടി വന്നു. ആ കുട്ടികളുടെ വാക്ക് കേട്ട് പഠിച്ചോനെ, ഉപ്പയാണെങ്കിൽ ഇവിടെ ഇല്ലേനും. റബ്ബേ, ഉപ്പ അങ്ങാടിക്ക് പോയും ചെയ്തിക്കണ്. എന്താ ഇപ്പൊ ചെയ്യാ റബ്ബേ? ഇവിടെ ആണെങ്കിൽ കടിയൊന്നും ബേക്കറിയൊക്കെ കൊടുന്ന ചതുമില്ല. ഉമ്മ ആകെ ബേജാറായി പോയി. പഠിച്ചോനെ എന്താന്ന് ചെയ്യാ? മോനെ ഇവിടെ കേറിപ്പോരി. ഷമ്മാസിന്റെ വാഹനം കുറച്ചകലെയായിരുന്നു നിർത്തിയത്. പഠിച്ചോനെ, ഉപ്പാക്കൊന്ന് വിളിച്ചു നോക്കുമ്മാന്റെ കുട്ടിയെ ഒന്ന് വിളിച്ചു നോക്കാണ്. ഉപ്പാക്ക് വിളിച്ചിട്ട് ഒന്ന് പറയും, അളിയൻ വന്നിക്കണെന്ന് പറയും, വേഗം പറയും. അപ്പോൾ തന്നെ അതാ നുസൈബയുടെ അനിയത്തി ആ ഫോൺ എടുത്ത് വിളിക്കുന്നു. ഉപ്പയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ആ മക്കളെ. ഉപ്പ, അതെ ഇവിടെ അളിയൻ വന്നിട്ടുണ്ട്. ആ അളിയൻ വന്നോട്ടെ, അതിനെന്താ. ഉപ്പ കാറിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഒരിക്കൽ പോലും അത് പ്രതീക്ഷിച്ചില്ല. അതെ, ഷമ്മാസ് വണ്ടിയിൽ നിന്നിറങ്ങി. അപ്പുറത്തുകൂടി ഉപ്പയും ഇറങ്ങിയപ്പോൾ ഉമ്മ, അതാ നമ്മുടെ ഉപ്പയും ഉണ്ട്, കുട്ടികൾ പറഞ്ഞു. റബ്ബേ, എവിടുന്നപ്പോ ഇത് കണ്ടത്? എന്നാൽ അതാ സാധനങ്ങളെല്ലാം ഡിക്കിയിൽ നിന്ന് ഷമ്മാസ് എടുക്കുന്നു. ആയുർവേദിക് ഷോപ്പിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളും
പിന്നെ ബേക്കറി ഐറ്റംസും ഫ്രൂട്ട്സും കേക്കുമെല്ലാം ഷമ്മാസ് കൊണ്ടുപോയി വെക്കുന്നു. ഉമ്മ കുറച്ച് തിരക്കാണ് മോനെ, അങ്ങനെ പോവല്ലേ. അല്ലമ്മ, ഞാന് വല്യമ്മാൻ്റെ അടുത്ത് കൂടെ ഒന്ന് കടന്നിട്ട് ഒന്നാണ്ട് പോവാ. ഏതായാലും ഇവിടെ വരെ എത്തിയതല്ലേ, വയസ്സായവരല്ലേ, നമ്മൾ ഇടക്കിടക്ക് ഒന്ന് കാണുന്നത് നല്ലതാണ്. ഒരു ഗ്ലാസ് ചായനെല്ലാം കുടിച്ചിട്ട് പോവടാ. അല്ലമ്മ, ഞാൻ പിന്നെ വരെ, ഇപ്പൊ എനിക്ക് സമയം. ഇപ്പൊ മക്കളേതാ മിഠായി കഴിച്ചോളിട്ടോ, കേക്ക് കഴിച്ചോളി. ഉമ്മ മോനെ പോകല്ലടാ, ചായ കുടിച്ചിട്ട് പോവാ. മാത്രം നിർബന്ധമാണ്, ഒരു ഗ്ലാസ് പച്ച വെള്ളം തന്നാൽ മതി. ഇപ്പൊ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വരുന്നത് ചായക്ക് കുടിക്കാൻ. ആ ഓനെ നുസി ഉണ്ടാവുമ്പോളേ വരുള്ളൂ തോന്നുന്നുണ്ട്, ഇവിടെ കയറുള്ളൂ. അല്ലമ്മ, അതുകൊണ്ടൊന്നല്ല. അതിനിപ്പോ എന്താ, നിങ്ങൾ എൻ്റെ ഉമ്മയും ഉപ്പയും തന്നെയല്ലേ, വേറെ ആരും അല്ലല്ലോ. മക്കളെ സുഖമല്ല എല്ലാവർക്കും? അളിയൻ പോവാണോ? അതെ, ഞാൻ പോട്ടെ മക്കളെ. പിന്നെ ഡിസ് വരണ്ടോ. കുഞ്ഞുവാവയെ കൊണ്ടുവരുമോ? ആ ഇൻഷാ അല്ലാ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞുവാവയെ കൊണ്ട് വരാട്ടോ. അല്ല, എന്താ നുസിന്റെയും കുട്ടിൻ്റെയൊക്കെ വർത്താനം? അൽഹംദുലില്ലാ സുഖാണ്. കുളിപ്പിക്കലൊക്കെ തുടങ്ങിയ മോനെ? ആ അതിനല്ലേ ഉമ്മ എന്താ കുഴമ്പോ അതുപോലെ എന്താ തൈലൊക്കെ തേച്ച് കുളിപ്പിക്കണം, 40 വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഷോപ്പിൽ എത്തിയപ്പോഴുണ്ട് ഉപ്പ സാധനങ്ങളൊക്കെ വാങ്ങുന്നു മോനെ. എന്നിട്ട് വല്ലാത്തൊരു പുതുമ. അതടാ ഇവിടുന്ന് കൊണ്ടുവരേണ്ട സാധനങ്ങളല്ലേ, അങ്ങനെയൊന്നുമില്ലമ്മ. എന്തൊക്കെ തന്നെയാലും നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ പെണ്ണിൻ്റെ എല്ലാ ചെലവും ചെക്കനെടുക്കണം എന്നാണ് എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ പെണ്ണിൻ്റെ വീട്ടുകാർ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ എന്ത് നിയമ? അതൊന്നും ഒരിക്കലും ഇല്ല. നിക്കാഹ് കഴിച്ചാൽ പിന്നെ അതൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കേണ്ടതല്ലേ, നിങ്ങളെന്തിനാ ടെൻഷനാന്ന്? അല്ല മോനെ, അത് കെട്ടിച്ച മക്കളെ വിട്ട് കഴിഞ്ഞാലും ഓല പ്രസവവും കുളിയും അതൊക്കെ പെൺവീട്ടുകാർക്ക് അതൊരു ഭാരം തന്നെയാണ്. പക്ഷേ മോനെ, അത് ഞങ്ങളൊരു ബാധ്യത പോലെയാണ്. ഉമ്മ ഒരു ബാധ്യതയില്ല. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് വിഷമിക്കുകയേ വേണ്ട മോനെ. അങ്ങനെ ഏതാ ഉമ്മ അവനക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു. ഉമ്മ അൽഹംദുലില്ലാ മതി ഇപ്പം തൽക്കാലം, ഞങ്ങൾ പിന്നെ വരണ്ടോ. എനിക്ക് പത്രം വല്യമ്മാൻ്റെ അടുത്ത് ഒന്ന് കയറിപ്പോയി അരച്ചിട്ടേ ഒന്ന് വിചാരിക്കൂലേ ഞാൻ പിന്നെ അങ്ങോട്ട് കടന്നില്ല എന്നൊക്കെ. ആ മോനെ ആയിക്കോട്ടെ. അപ്പോൾ തന്നെ ഷമ്മാസ് വണ്ടി തിരിക്കുന്നു. എന്നാൽ മക്കൾ അപ്പോഴേക്കും കേക്ക് മുറിച്ച് തിന്നുന്ന തിരക്കിലും ഒക്കെ ആയി. മക്കളെ ഒന്ന് അടങ്ങി നിൽക്കി, എന്താ നിങ്ങളിങ്ങനെ? ഓല് കഴിച്ചോട്ടടി, ഓലെ ഇക്കാക്ക കൊണ്ടുവന്നതന്നല്ലേ, വേറെ ആരും അല്ല കൊണ്ടുവന്നല്ലോ. ആ എന്നാ നിങ്ങൾ കഴിച്ചോളി. നേരെ അതാ ഷമ്മാസ് വല്യമ്മയുടെ അരികിലേക്ക് പോകുന്നു. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ വല്യമ്മയുടെ വീടിന് മുമ്പിൽ ഷമ്മാസിന്റെ കാറ്. അതെ, ഗേറ്റ് തുറന്ന് കാറ് അകത്തേക്ക് കടന്നു. ശരിക്കും വിശാലമായ ഇന്റർലോക്ക് ചെയ്ത ആ മുറ്റം ഷമ്മാസ് അതിന്റെ ഭംഗിയൊന്ന് ശരിക്കും ഷമ്മാസ് ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാ അൽഹംദുലില്ലാ. ഷമ്മാസിന്റെ വാഹനത്തിന്റെ ശബ്ദം കേട്ട് അതാ നുസൈബയുടെ എളാപ്പ പോരുന്നു. പടച്ചോനെ, അല്ലാ ആരപ്പത്? ഷാമോനോ? ഉമ്മ ഡി ഷാമോത് വന്നിക്കണ്. എളാപ്പ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ഷാമോനെ ഇതൊക്കെ? ഒന്നുമില്ല, വല്യമ്മാനൊന്ന് കണ്ടുപോകാന്ന് വിചാരിച്ചിട്ടേ. എവിടെ? വല്യമ്മ ഭയങ്കര സന്തോഷത്തിലാണ്, എന്തെന്നറിയില്ല. പെട്ടെന്നതാ വല്യമ്മയുടെ അരികിലേക്ക് ഷമ്മാസ് കയറി ചെല്ലുന്നു. ഉമ്മ സുഖല്ലേ? മോനെ അൽഹംദുലില്ലാ സുഖം തന്നെ. എൻ്റെ കുട്ടി ഇടയ്ക്ക് എന്നെ കാണാൻ വരുന്നുണ്ടല്ലോ, അതന്നെ വല്യമ്മക്ക് വല്ലാത്തൊരു സന്തോഷം. അല്ല എന്തേ കുട്ടിൻ്റെ ഒക്കെ വർത്താനം എന്താ? ഉമ്മ അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്. അല്ല മോനെ, മുടി കഴിച്ചില്ല എന്നാ 7 കള്ളല്ലേ ഏറ്റവും നല്ലത്? ആ ഉമ്മ അത് ആയിക്കോട്ടെ, നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിനനുസരിച്ച് ചെയ്യാം. അല്ല മോനെ, കുളിപ്പിച്ചിലൊക്കെ തുടങ്ങിയോ? ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് കൊയമ്പും എണ്ണൊക്കെ തട്ടിച്ചാൽ മതിട്ടാ, പറയാൻ പറ്റൂലല്ലോ. ഉമ്മ അതൊക്കെ ആയിക്കോട്ടെ, നിങ്ങളൊക്കെ എന്താ പറഞ്ഞ അതിനനുസരിച്ച് എന്താ വെച്ചാൽ ചെയ്യാം. വല്യമ്മക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല മോനെ, വെയിലും മയം കൊള്ളാത്ത ഒരു പെരജുണ്ടാക്കി തന്നിക്കണല്ലോ. എൻ്റെ ദുആ എനിക്ക് എപ്പോഴും ഉണ്ടാവും. എൻ്റെ പേരക്കുട്ടിനെ ഒന്ന് കാണാനും എൻ്റെ കുട്ടി അവിടെ എന്നെ കൊണ്ടുവന്നാക്കി തന്നു. അതും എനിക്കൊരിക്കലും മറക്കാൻ കഴിയൂല. എപ്പോഴും മരിക്കോളം നിനക്ക് വേണ്ടി മാത്രമായിരിക്കും എൻ്റെ ഈ കൈകൾ പൊങ്ങുന്നത്, നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ. മോനെ വല്യമ്മ നിങ്ങൾ എന്തുണ്ടെങ്കിലും വിളിച്ചു വരട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിൽക്കണം കേട്ടോ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറയാൻ കേട്ടോ. മോനെ ഏതായാലും അൽഹംദുലില്ലാ. എടീ അവിടെ എളാമ അറിഞ്ഞിട്ടില്ലായിരുന്നു
ഷമ്മാസ് വന്നത്. എവിടെ ഇവള്? ആ ഇക്ക നിങ്ങൾ വിളിച്ചീനല്ലേ, ഞാൻ അപ്പുറത്തെ കുറച്ച് എടി ഷാമോ വന്നിക്കണ്. പഠിച്ചോനെ ഷാമോന് വന്നിക്കണോ? അല്ലാ, ആ ഷാമോനെ ഇരിക്കട്ടോ. റബ്ബെ ഞാൻ അപ്പുറത്തായിരുന്നു, കേട്ടില്ല മോനെ. പെട്ടെന്ന് തന്നെ അതാ എളാമ ചായക്ക് വെള്ളം വെക്കലും തിരക്കായി. എളാമ എന്നാ ഞാനങ്ങോട്ട്, വല്യമ്മ എളാപ്പ ഞാനങ്ങോട്ട് ഇറങ്ങട്ടോ. ഷമ്മാസ് പെട്ടെന്ന് അതാ ഇറങ്ങുന്നു. മോനെ പോവല്ലേ, ഇതാ ചായ പാർന്നു, ഇതാ അത് കുടിച്ചിട്ട് പോകാം. നല്ല എളാമ ഇപ്പൊ എനിക്ക് ടൈമില്ല. എന്നാൽ എളാപ്പ് നിർബന്ധിച്ചു, ഷാമോനെ അങ്ങനെ പോവല്ലേ മോനെ. ഷമ്മാസിനെ പിടിച്ചു വെച്ചു, നിർബന്ധിച്ചു. എന്ന ഒരു 1/2 ഗ്ലാസ് നിങ്ങളുടെ ഒരു സന്തോഷത്തിന് തിരക്കായിട്ടാണ്, വേണ്ടായിട്ട് ഇപ്പൊ ഞാൻ പിന്നെ വരണ്ട ഇൻഷാല്ലാ ചായയൊക്കെ കുടിക്കാൻ. ഞാൻ അവിടുന്ന് ഉമ്മാന്റെ അടുത്ത് നിന്ന് അവിടുന്ന് കുടിച്ചിട്ടില്ല, ഉമ്മ കുറെ നിർബന്ധിച്ചതാണ്. മോനെ എന്നാലും ഇത് കാച്ചിയതല്ലേ, ഇത് കുടിച്ചിട്ട് പോയിക്കോ. അങ്ങനെയതാ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി 1/2 ഗ്ലാസ് ചായ കുടിക്കുന്നു ഷമ്മാസ്. പെട്ടെന്ന് തന്നെ മതി ഉമ്മ, സന്തോഷമായി, ഞാൻ ഇറങ്ങട്ടോ, ഞാൻ ഇൻഷാല്ലാ പിന്നെ വരണ്ടേ. മോനെ കുട്ടിക്കും ഓൾക്കും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതാ വല്യമ്മക്കുള്ള സാധനങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് ഷമ്മാസ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഒരു നിമിഷം അവരെല്ലാവരും പറഞ്ഞു പോയി, റബ്ബേ ഇങ്ങനത്തെ ഒരു മരുമകനെ കിട്ടിയത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് റബ്ബേ. അതെ നുസൈബ ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടാലും പിന്നെ അവൾക്ക് കിട്ടിയ ഭർത്താവ് തങ്കപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അതാണ് പറഞ്ഞത്, ക്ഷമിച്ചാൽ അതിനുള്ള പ്രതിഫലം പടച്ച റബ്ബ് തരും. ആ കുട്ടി കുറേ ക്ഷമിച്ചു, അതിന് പകരമായിട്ട് പടച്ച റബ്ബ് നല്ലൊരു സോലിഹായ ഭർത്താവിനെയും കൊടുത്തു. മാഷാ അല്ലാ. ഷമ്മാസ് അതാ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഉമ്മ കാത്തു നിൽക്കായിരുന്നു. ഇനിയിപ്പോൾ വെള്ളം കാച്ചണമെങ്കിൽ ഷാമോൻ വന്നിട്ട് വേണം. വലിയ കുടുക്കൊക്കെ അവിടെ എടുത്ത് വെച്ചേക്കണ്. ഷാമോൻ വന്നിട്ട് റുക്യാനെ വിളിച്ചാൽ വന്നിനോ, വിളിച്ചിട്ടുമില്ല. ഷാമോനാണെ കാണാനുമില്ല. ഈ കുട്ടീനോടൊരു കാര്യം പറഞ്ഞിട്ട് എത്ര നേരമായി, ഇനിയിപ്പോൾ വെള്ളം കാച്ചായി കിട്ടുമോ എന്താവും. ഉമ്മ അത് പറഞ്ഞുകൊണ്ട് അതാ കോലായിലേക്ക് നടക്കുകയായിരുന്നു. പെട്ടെന്ന് ഷാമോൻ്റെ കാറ് കയറി വരുന്നു. വരുന്നൊരു വരവ് കണ്ടില്ലേ എൻ്റെ പൊന്നാര കുട്ടിയെ. ഷാമോൻ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. എൻ്റെ പൊന്നാര കുട്ടിയെ, ആ പെണ്ണിനെ കുളിപ്പിച്ചാൻ വേണ്ടി വെള്ളം വെച്ച് എന്നെ കാത്തുനിന്ന് മനുഷ്യൻ കുഴങ്ങി. എൻ്റെ പൊന്നാരെൻ്റെ മോനെ ഇജ്ജ് എവിടെയായിരുന്നു? അല്ല എവിടെ സാധനങ്ങള്? ഉമ്മ അത് മറന്നു അല്ലേ? മതി, മറന്നതല്ലേ? അല്ല അത് ഞാൻ പറയാം. വേണ്ട, ഒരു പെറ്റ പെണ്ണ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇജ്ജ് മറന്നു. ഇജ്ജ് ഏത് ലോകത്തേക്കാ പോയിൻ്റത്? എന്നോട് ഞാൻ ഒരു ലിസ്റ്റൊക്കെ ഇത് പറഞ്ഞേച്ച് എന്തിനായിരുന്നു? ഉമ്മ ഞാൻ പറയാം. വേണ്ട, ഒന്നും ഇജ്ജ് പറഞ്ഞ വേണ്ട. ആ കുട്ടീനെ എന്താണ്, ഞാൻ പോയി വാങ്ങിക്കോളേനു, ഓട്ടോറിക്ഷ വിളിച്ച് എനിക്ക് പോകേനു. ഞാനും സമീറും കൂടി പോയിക്കോളേനു. അതിനിപ്പോൾ എന്താ, എന്നുള്ള ഡോക്ടറെ കാണിക്കാൻ ഞാനും ഓളും കൂടി തന്നെയാണ് പോയത്. നല്ല മാറ്റം ഉണ്ടല്ലോ ഇമ്മല്. ഉമ്മ അത് ഞാൻ പറയാം. എൻ്റെ പൊന്നാര ഷമ്മാസേ, ആ പെണ്ണിനെ നാളെ തൈലം തേച്ച് കുളിപ്പിച്ചേണ്ട ദിവസമാണ്. അപ്പോൾ ഈ 40 മരത്തിൻ്റെ വെള്ളം തേച്ച് നല്ല ഒയ്യണം. അപ്പോൾ ഇന്ന് തന്നെ അത് വെള്ളം വെച്ചിങ്ങനെ തിളപ്പിച്ചാക്കി ഈ അയക്കാണ്ട് അയക്ക് ഇടണം. പണി കുറച്ചുണ്ടേ. ഇച്ച് എന്തൊരു കാട്ടിലായി കാട്ടിയത്. ഉമ്മ നാളെ മുതലാക്കിയാൽ പോരെ കുളി? വേണ്ട, ഞാൻ തന്നെ വാങ്ങിക്കൊടുന്നോളാം. ഇങ്ങോട്ടെന്നാ മോളെ സമീറ. എന്ത് ഉമ്മ? മാറ്റിക്കടി ആ പർദ്ദട്ടോ. വാ നമുക്ക് ആ റഷീദിൻ്റെ ഓട്ടോറിക്ഷനെ വിളിച്ച് ഒന്നാണ് പോകാം. ഉമ്മ പറയണ കേക്ക്. ഉമ്മ ഈ സമയത്തോ? അതിനെന്താ, അത് 10 മണിയാവും അവിടെ കട എടുക്കാൻ. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഇന്നവിടെ തിളപ്പിച്ച് വെച്ച് നാളെ കുളി തുടങ്ങിക്കൂടെ? എൻ്റെ പൊന്നാരുമ്മ ഞാൻ പറഞ്ഞു, ഒന്ന് കേൾക്ക്. അതിൻ്റെ ഷമ്മാസെ വല്ലാത്തൊരു പുതുമനാണ് ഇച്ച് കാട്ടിയതിട്ടാ. ഞാൻ ഇപ്പോൾ റുക്യാനോട് ഒക്കെ റെഡിയാക്കി എല്ലാം പറഞ്ഞത്. എന്നോട് വിളിച്ചാൻ പറഞ്ഞിക്കണോളേ. ഇനിയിപ്പോൾ എന്താ ഞാൻ പറയാം, തീരെ ഒരു ഓർമ്മയില്ല. ഞാൻ ഇപ്പം എങ്ങനെ ഒരു പെറ്റ പെണ്ണ് ഇവിടെ ഉണ്ടെന്നുള്ളൊരു ഓർമ്മ എനിക്കില്ലേ? ഉമ്മ പ്ലീസ് ഞാൻ പറഞ്ഞു തരാം. അതുമ്മ ഞാൻ സാധനം വാങ്ങാൻ പോയപ്പോൾ നുസൈബാൻ്റെ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി നിൽക്കണ കണ്ടു. പിന്നെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു കടക്കാരനോട്, ആ ലിസ്റ്റത്തെ സാധനമാണോ ഇത് ചോദിച്ചു. ഓല് പറഞ്ഞു അതിനേക്കാൾ സാധനം കൂടുതൽ ഓലതാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം എന്താ ഉമ്മ ഞാൻ ചെയ്യാം? വാങ്ങുമോ പിന്നെ നമ്മൾ രണ്ടാമത്? അത് ശരി. അല്ല കുട്ടിയെ, ഉമ്മാൻ്റെ കുട്ടി എന്തിനാ ഓലക്കൊണ്ട് വാങ്ങിപ്പിച്ചത്? അതിനുള്ള പൈസ കൊണ്ട് കൊടുക്കേണ്ടതല്ലേ? എൻ്റെ കുട്ടി എന്ത് പണിയാണ് കാട്ടിയത്? അത് നയിച്ചുണ്ടാക്കിയ പൈസ ഇറ്റ് ഇത്രയും സാധനം എത്ര പൈസ വേണ്ടി വരും? ഉമ്മ അവർ പറഞ്ഞു അത് ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് തന്നെ ആക്കാന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കായിരുന്നു ഉമ്മ. സത്യമായിട്ടും
എന്നാൽ ഐഷുമ്മ പലതും മനസ്സിൽ വിചാരിച്ചു. നാളെ ഓലിങ്ങോട്ട് വരട്ടെ, ഓലെ കൊടുക്കുക, ആ പൈസ ആണ് കണക്കിന് കൊടുക്കണം, തൽക്കാലം ഷമ്മാസും ആരും അതറിയണ്ട. എന്നാൽ ഷമ്മാസ് അതൊന്നും പറഞ്ഞില്ല. ഉമ്മ പറഞ്ഞു, അതാണ് കൊടുക്കണ്ട എൻ്റെ പൊന്നാര ഷമ്മാസേ, ഇജ്ജ് എന്ത് പണിയാണ് കാട്ടിയത്? ആ പാവങ്ങൾ ഇടങ്ങാറാക്കാൻ പാടുണ്ടോ? ഉമ്മ വാങ്ങണ്ടോല്, പിന്നെ ഇപ്പം എന്ത് ചെയ്യാം? എന്നാൽ ഷമ്മാസ് വിചാരിച്ചു, അതെ അതാ ഉപ്പ വാങ്ങിയതാണ് എന്നുള്ള രീതിയിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നോട്ടെ എന്നുള്ളത് കൊണ്ട് ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല. ഏതായാലും റുക്കിയയോട് വിളിച്ചു പറഞ്ഞു, എടി റുക്കിയ, നാളെ സോല് സാധനങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പം പിന്നെ നമ്മൾ ആയിക്കോട്ടെടി, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ ഒരു 4 പീസത്തെ കൂടെ 45 ആയാലും കുഴപ്പമില്ല, നമുക്ക് തേച്ച് നല്ലോണം കുളിപ്പിച്ചാന്നേ. ഓള് ഇവിടെ തന്നെ ഉണ്ടാവില്ലല്ലേ, പിന്നെ 60 കഴിഞ്ഞിട്ടൊന്ന് പോയാൽ പോരെ, അല്ലെങ്കിൽ 90 കഴിഞ്ഞിട്ട് ഓളെ നല്ലോണം ഒഴിഞ്ഞു കുളിപ്പിച്ചനടി. എനിക്കൊരു പൂതിയാണ് എൻ്റെ മനസ്സത്തെ. പെറ്റ് കെടുക്കുമ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ ആ ഒരു പരി നിൽക്കൂലല്ലോ. എന്നാൽ ഈ സമയം അതാ ഐഷുമോള്, ഉമ്മച്ചി, ഉമ്മമ്മ, എന്താ ഉപ്പച്ചി ഇങ്ങോട്ട് വരാത്തത്? ആ കുട്ടിയുടെ ചോദ്യം കേട്ടപ്പോൾ ഐഷുമ്മ പെട്ടെന്ന് വിഷയം മാറ്റി. മോനെ ഷാമോനെ, കുട്ടിയൊന്നും എടുത്ത് അങ്ങോട്ട് കൊണ്ടേക്കാടാ, ഓളൊക്കൊന്ന് അതിലേക്കൊന്ന് കൊണ്ടുപോയി ചുറ്റി കൊടുന്ന ചെല്ലേ. ഉമ്മ, എന്താ ഇഷു, എന്തു പറ്റി? അല്ല, ഉപ്പച്ചിനെ ചോദിക്കണ്ട്, ഉപ്പച്ചിയുടെ ഇപ്പം കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ, അതുകൊണ്ടായിരിക്കും. മോനെ, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് പോയിക്കാണി, ഐഷുവിനും കൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുന്നാണി, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താണി. ഐഷുവിന് ഇതാ മിഠായിക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പൊന്നാരുണ്ട് ഷമ്മാസേ, അതിന് കൂടുതൽ മധുരം കൊണ്ടുപോയി കൊടുക്കല്ലേ, ഇജ്ജതിന് ഫ്രൂട്ട്സോ കാര്യങ്ങളോ വാങ്ങിക്കൊടുത്താൽ മതി. എനിക്ക് ഇങ്ങോട്ട് കുട്ടികൾക്ക് ഇങ്ങോട്ട് മധുരം തീറ്റിച്ചൽ കുറച്ച് കൂടുതലാണ്, അത്ര നല്ലതൊന്നല്ല. ഉമ്മ, പിന്നെ മക്കളെടുത്തേക്ക് എങ്ങനെയാ ഉമ്മ വെറുതെ വരിക? മോനെ, നല്ലതല്ലേ, അതുകൊണ്ട് ഉമ്മ എനിക്കറിയാം, എന്നാലും ഞാൻ നല്ല ചോക്ലേറ്റൊക്കെയാണ് വാങ്ങിക്കൊടുക്കണത്. അതിലൊക്കെ എത്രങ്ങാനും ഷുഗർ ഉണ്ടാവും, ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി, അതായിരിക്കും നല്ലത്, കുട്ടികൾക്ക് നല്ല. പിന്നെ കഞ്ഞിയും ചോറും തീരെ തിന്നൂല കുട്ടിയെ. ഉമ്മ, നല്ല പ്രോട്ടീനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കണത്. എനിക്കറിയാം എന്താ പ്രോട്ടീൻ എന്നുള്ളത്. എന്തൊക്കെ തന്നെയായാലും അതാ പിതാവിനെ വീണ്ടും ചോദിക്കുകയാണ്, അപ്പപ്പാ, എൻ്റെ ഉപ്പച്ചി എന്താ വരാത്തത്? ആ പിഞ്ചു ഹൃദയം വേദനിക്കുന്നുണ്ടായിരിക്കും. ഒരു നിമിഷം ഷമ്മാസ് ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ, അതിനെൻ്റെ ഉപ്പച്ചിയെ കാണാൻ കൊതിയായിട്ടുണ്ട്. ഒരുപാട് ദൂരം യാത്ര ചെയ്യണം ഉപ്പച്ചി കയറിയ പുതിയ പള്ളിയിലേക്ക്. എന്നാൽ അതാ ഉപ്പച്ചി സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് അവിടെ. അത് പൊന്നുമോളെ കാണാൻ ആഗ്രഹമുണ്ട്. ഷമ്മാസിനെ വിളിച്ചാൽ അവർ ബിസിനസ്സിന് തിരക്കിലൊക്കെ ആയിരിക്കും. പിന്നിപ്പോൾ ഒരു നിമിഷം ഓർത്തു, റബ്ബേ, മോളെ വിളിക്കണമെങ്കിൽ നമ്പറൊക്കെ വേണമെങ്കിൽ ഉണ്ടാവുമല്ലോ. വേണ്ട, എൻ്റെ മുഖം എൻ്റെ മോള് കണ്ടാൽ വിഷമിക്കും. എന്നാലും എൻ്റെ സുഹറ പറഞ്ഞ കാര്യം, സുഹറ, വേണ്ട, ദുനിയാവിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് മതി എന്നുള്ള ചിന്തയാണ് എനിക്ക്. പക്ഷേ എനിക്ക് എൻ്റെ പൊന്നുമോളെ കാണാൻ വല്ലാതെ കൊതിയാകുന്നു. ഇവിടെ ആകപ്പാടെ ഒരു ഒറ്റപ്പെടൽ. അല്ലെങ്കിൽ എന്തിനായിരിക്കും ആ പള്ളിയിൽ നിന്ന് എന്നെ ഒഴിവാക്കിയത്? അതെ, മരണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ഞിനൊക്കെ വേണ്ടി കുറച്ച് ലീവ് എടുത്തല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും, അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. എന്നാൽ ഈ സമയം അതാ ഐഷു നേരെ സമീറയുടെ അരികിലെത്തി. അതെ, രാത്രി കിടക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ വൈകുന്നേരം ഷമ്മാസ് കുറേയൊക്കെ അവളെ ചുറ്റിക്കറങ്ങി അവൾക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പും കളിപ്പാട്ടങ്ങളും എല്ലാം വാങ്ങിക്കൊണ്ട് വന്നു. പൊന്നുമോളെ, ഇനി ഉപ്പച്ചിയെ ചോദിക്കരുത് കേട്ടോ, ഉപ്പച്ചി വരും കേട്ടോ, ഉപ്പച്ചിക്ക് തിരക്കല്ലേ, ഇനി കുഞ്ഞാവനെ കളിപ്പിച്ച്. അതിന് അപ്പോൾ കുഞ്ഞാവെ എടുക്കാനായിട്ടില്ലല്ലോ, എനിക്ക് എടുക്കണം. അതെ, നമുക്ക് എടുക്കണം, കുറച്ച് ദിവസം കഴിയട്ടെ കേട്ടോ, കുറച്ച് വലുതാവട്ടെ കേട്ടോ. കുഞ്ഞാവനോട് ചിരിക്കാറുണ്ട്. കുഞ്ഞാവെ നോക്കണ്ട കുട്ടി, മോളല്ലേ. ഷമ്മാസ് അവളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. മോള് ഇനി ഉറങ്ങിക്കോളൂ, ഫുഡൊക്കെ കഴിച്ചില്ലേ? മോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഞാൻ വാങ്ങി തന്നില്ലേ? നല്ല അപ്പാപ്പ. എന്നാൽ ഉമ്മച്ചിയുടെ അടുത്തോ വല്യമ്മാൻ്റെ അടുത്തോ പോയി കിടന്നോ. വല്യമ്മേ? ഉമ്മമ്മ, അത് വല്യമ്മ തന്നെയല്ലേ? ഞാനും ഉമ്മച്ചിൻ്റെ അടുത്താണ് കിടക്കുന്നത്. അങ്ങനെയതാ അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കിടക്കുന്നു. സമീറയുടെ അടുത്ത് അതാ ഐഷു കിടക്കുകയാണ്. ഐഷു, മോളെ എന്താ ഉറങ്ങാത്തത്? അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. മോളെ ഐഷു, എന്തുണ്ട് കുട്ടി? സമീറ ഒരുപാട് ആയത്തുൽ കുർസിയും ഇഖ്ലാസും എല്ലാം ചൊല്ലി ഊതി അവൾക്ക് ഊതി കൊടുത്തു. മോൾ ഉറങ്ങിക്കോലിട്ടോ, മോൾക്ക് ഉമ്മച്ചി താരാട്ട് പാടിത്തരട്ടോ. ഉമ്മച്ചി, താരാട്ട് ഉമ്മച്ചിയുടെ കേൾക്കാൻ നല്ല രസമാണ്. ഉമ്മച്ചി, മോൾ കരയണ്ട കേട്ടോ, മോൾക്ക് ഉമ്മച്ചി ഉണ്ടല്ലോ. മോൾ ഉറങ്ങിക്കോ.
ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാ. ഉമ്മച്ചി, എന്താ മോളെ നന്നായിട്ട് ഉറങ്ങ്. ഉമ്മച്ചി, ഉപ്പച്ചിനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഉപ്പച്ചിൻ്റെ ഫോട്ടോ ഉണ്ടോ? എന്താ മോളെ? ഒരു നിമിഷം അവൾ ഓർത്തു, റബ്ബേ, ഷെരീഫ് ഫൈസിയുടെ നമ്പറുണ്ട്. മോളെ, ഈ സമയത്ത് ഉപ്പച്ചി ഉറങ്ങായിരിക്കും. അല്ല, എൻ്റെ ഉപ്പച്ചി രാത്രിയൊക്കെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരിക്കും. എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി ദുആ ചെയ്യായിരിക്കും. ഒന്ന് വിളിക്കുമോ എൻ്റെ ഉപ്പച്ചിക്ക്? മോളെ, ഈ സമയത്തോ? അത് എന്നാലെന്നാ ഞാൻ അടിച്ചു തരാം. മോള് സംസാരിച്ചോണ്ടിട്ടോ. എന്താ വേണ്ടത്? വീഡിയോ കോൾ? വീഡിയോ കോളൊന്നും ഇപ്പോൾ ചെല്ലാൻ പറ്റില്ല, അതൊക്കെ പള്ളിയിലല്ലേ. പിന്നെ ഈ ഉമ്മച്ചിയെ കണ്ടാൽ മോശമല്ല മോളെ. മോള് സാധാ കോൾ ചെയ്തോട്ടോ. പിന്നെ ഞാനില്ലാത്തപ്പോൾ വീഡിയോ കോൾ ചെയ്തോണ്ടിട്ടോ. അങ്ങനെ അതാ ഐഷുവിന് അവളുടെ ഉപ്പച്ചിയിലേക്ക് നമ്പർ അടിച്ച് കൊടുക്കുന്നു. ഉസ്താദിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഒരു നിമിഷം അവൾ ഒന്നും മിണ്ടാതെന്നു. ഹലോ, ആരാണ്? ഉപ്പച്ചി, എന്നെ മറന്നോ? ഉപ്പച്ചിൻ്റെ ഐഷു ആണോ? എങ്ങനെ മറക്കാനാ? ഉപ്പച്ചി എന്തിനു കാണാൻ വരാത്തത്? എനിക്ക് ഉപ്പച്ചി കാണണം. എൻ്റെ പൊന്നുമോളെ, ഉപ്പച്ചി ഡ്യൂട്ടിയിലല്ലേ കുട്ടി, വരുമല്ലോ. എൻ്റെ കുട്ടിക്ക് അവിടെ എല്ലാവരും ഇല്ലേ? പാപ്പയുണ്ട്, പിന്നെ ഉമ്മച്ചിയുണ്ട്, ഉമ്മമ്മയുണ്ട്, മാമണ്ട്, കുഞ്ഞു വാവുണ്ട്, എല്ലാവരും ഇല്ലേ? എനിക്കെല്ലാവരും ഇല്ലാത്തത് ഉപ്പച്ചിയെ കാണണം എനിക്ക്. മോളെ, കരയല്ലേ? ഉപ്പാൻ്റെ കുട്ടിക്ക് കരയല്ലേ കേട്ടോ. ഉപ്പച്ചിയെ എനിക്ക് കാണണം. മോളെ, ഇതിൽ ഈ ഫോൺ ഏതാ? ചെറിയ ഫോണാണോ മോളെ? അല്ല, ഇത് വീഡിയോ കോളിൽ പറ്റും. ഞാൻ ഉമ്മച്ചിനടുത്ത് കൊടുക്കട്ടെ, വീഡിയോ കോൾ ചെയ്ത് ഞാൻ പറയട്ടെ? മോളെ, അത് ഈ സമയത്ത് അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും മോളെ. മോള് പകല് ഞാൻ വീഡിയോ കോൾ ചെയ്യാം കേട്ടോ. ഈ സമയത്ത് അല്ല, എനിക്കിപ്പോൾ കാണണം. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ശരിക്കും സെമീറാക്കും ടെൻഷനായി. റബ്ബേ, പാവം കുട്ടി. വീഡിയോ കോൾ ചെയ്ത് കൊടുത്താലോ? ഞാൻ തൽക്കാലം ആ റൂമിലേക്ക് അങ്ങനെ മാറി നിൽക്കാം, അവൾ സംസാരിച്ചോട്ടെ. അങ്ങനെ ഏതാ സെമീറ അവളുടെ ഫോണിൽ നിന്ന് വീഡിയോ കോൾ ഓൺ ചെയ്ത് കൊടുത്ത് അല്പം മാറി നിൽക്കുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉപ്പച്ചിയെ കണ്ടപ്പോൾ ശരിക്കും ആ പൊന്നുമോൾ പുഞ്ചിരിച്ചു പോയി. ആ മുഖം അതാ സെമീറ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉപ്പച്ചി, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഉപ്പച്ചിൻ്റെ കുട്ടി ഉറങ്ങുന്നില്ലേ? ഉപ്പച്ചി എന്താ ഉറങ്ങാത്തത്? ഉപ്പച്ചി കരയണുണ്ടോ? എന്തിനുപ്പച്ചി കരയണത്? ഒന്നുമില്ല മോളെ, വെറുതെ കരഞ്ഞതാ. ഉമ്മച്ചിനെയൊക്കെ ഓർത്തിട്ടേ. ഉപ്പച്ചി വരട്ടോ. വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം? എനിക്ക് ഒന്നും വേണ്ട, എല്ലാം ഷാമോനും അപ്പാപ്പ വാങ്ങി തന്നിട്ടുണ്ട്. ഉടുപ്പും കളിക്കോപ്പൊക്കെ കണ്ടില്ലേ? ഇതാ. ആഹാ, നല്ല മോളാണല്ലോ. ഉപ്പച്ചിയെ മാത്രം കണ്ടാൽ മതി, വേറൊന്നും വേണ്ട. ആ പിഞ്ചു പൈതൽ പിതാവിൻ്റെ ആ ഒരു വീഡിയോ കോളിലൂടെ കരയുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സെമീറക്ക് പോലും സങ്കടം വന്നു. ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തിനാ റബ്ബേ ആ പെണ്ണിനെ ഇത്ര പെട്ടെന്ന് നീ കൊണ്ടുപോയത്? അതെ, ആ സുഹറയെ, അവർക്കൊരുമിച്ചുള്ള ജീവിതം എത്ര മനോഹരമായിരുന്നു. അതെ ഐഷു, ഇനി ഉപ്പച്ചിൻ്റെ കുട്ടി നല്ല പോലെ ഉറങ്ങിക്കോളൂ കേട്ടോ. ഉപ്പച്ചി താരാട്ട് പാടിത്തരണോ? എന്നെ താരാട്ട് പാട്ടി ഉറക്കിത്തരണം. ഉപ്പച്ചിയുടെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങാൻ എനിക്ക് കൊതിയാവുന്നു. ഐഷു കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്നാ കിടക്ക്. അതെ, ഫോണ് അതവിടെ. എന്നാ മോൾ ഉറങ്ങിക്കോ. അങ്ങനെ ഏതാ ആ പിതാവും വീഡിയോ കോളിലൂടെ താരാട്ട് പാടിക്കൊടുക്കുകയാണ് അവൾക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. താലോലം താലോലം. എന്നാൽ ഐഷു ആ താരാട്ട് പാട്ട് കേട്ട് ഉറങ്ങിയിരുന്നു. പെട്ടെന്ന് അതാ സെമീറ പതുക്കെ വന്ന് നോക്കിയപ്പോൾ അതാ ആ ഉസ്താദ് താരാട്ട് പാട്ട് പാടുന്ന ആ ഒരു വീഡിയോയാണ് അവൾ കണ്ടത്. ശരിക്കും അവൾക്ക് സങ്കടം തോന്നി. റബ്ബേ,
പെട്ടെന്ന് അവൾ പറഞ്ഞു അതിലൂടെ, അതെ കാണാതെ ഐഷു ഇറങ്ങിയിട്ടുണ്ട്. ആ ആയിക്കോട്ടെ എന്നാൽ ശരി, സോറി കേട്ടോ എന്ന് പറഞ്ഞ് ഉസ്താദ് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. സമീറ ആ ഒരു താരാട്ടുപാട്ടിൽ വളരെയധികം ആകൃഷ്ടയായിപ്പോയി. റബ്ബേ, ഒരു പിതാവാണല്ലോ ഒരു കുഞ്ഞിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നു. റബ്ബേ, അല്ലാഹുവേ, റഹ്മാനെ. അവൾ ഐഷുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തലോടി ബാക്കി താരാട്ട് പാടിക്കൊടുത്തു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.